എന്റെ പേര് സഞ്ജൻ എന്നാണ്. ഞാൻ മഞ്ചേരിയിൽ നിന്ന് സംസാരിക്കുന്നത്. എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പ്യോർലി ഞാനൊരു ബാങ്കർ ആയിരുന്നു. എനിക്ക് എംപ്ലോയ്മെന്റ് അല്ലാതെ വേറെ ഒരു കാര്യം നമ്മുടെ ഫാമിലിയിൽ ആരും തന്നെ അറിയില്ല. ഞാനും വൈഫും രണ്ടുപേരും സ്റ്റേറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്ലൈൻ കണക്ടിവിറ്റി, അതേപോലെ കൗൺസിലിംഗ് വിത്ത് യുവർ അപ്ലൈൻ. ഏതൊരു മേഖലയിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഏതൊരു മേഖല ആയിക്കോട്ടെ, നമുക്ക് ആം, ഒരു സക്സസ്ഫുൾ പാത്ത് വേ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏതൊരാൾ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ എടുത്ത് നോക്കിയാലും ഇല്ലെങ്കിൽ വിരാട് കോഹ്ലിനെ ആരുടെ എടുത്ത് നോക്കിയാലും ഇവർക്കൊക്കെ ഒരു മെന്റർ ഉണ്ടായിരുന്നു. അവർ ആരും ഒരാളെ കോച്ച് ഉണ്ടായിരുന്നു. ആ കോച്ച് അജ്രേക്കറാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കോച്ച്. കളിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം എല്ലാ ദിവസവും ആ കുട്ടീനെ ക്രിക്കറ്റ് ക്രിക്കറ്റ് പിച്ചിൽ കൊണ്ടുപോയി കളിപ്പിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. പല ദിവസം സച്ചിൻ ടെണ്ടുൽക്കറിന് കളിക്കാൻ ഒരു മടിയുണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി, അജരേക്കറിന് കോച്ചിന് മനസ്സിലായി മടി ചെറുതായിട്ടുണ്ടാവും ആൾക്കാർക്ക്. സോ സ്കൂട്ടറിന് പിന്നാലെ എത്തിച്ചിട്ട് ആ പ്ലേ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി കളിപ്പിക്കാൻ വഴി. സോ ഇതുപോലെ നമ്മള് അവര് തിരിച്ചു നോക്കുകയാണെങ്കിൽ ലൈഫിൽ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ബുക്കില് സ്വന്തം ഓട്ടോബയോഗ്രാഫിയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഈ കളി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, കളിക്കുന്ന സമയത്ത് കോച്ച് അത് പറയുന്ന സമയത്ത് ചില സമയത്ത് എനിക്കൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. പക്ഷെ അത് ലാസ്റ്റിൽ എന്റെ ലൈഫ് റിട്ടയർമെന്റ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ്. സോ ഇതുപോലെ നമ്മളുടെ കോച്ച് വിന്നിംഗ് ടീമിന്റെ നമ്മളെ ചീഫ് മെന്റർ SP ബാലു സാർ നമ്മളുടെ എല്ലാവരുടെയും മെന്ററാണ്. നിങ്ങളുടെ എന്റെയും മെന്ററാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ, എനിക്കും വൈഫിനും കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാല് അദ്ദേഹം സ്പോൺസർ ചെയ്ത കൃഷ്ണകുമാർ സാറ് എന്റെ അപ്ലൈൻ ബാംഗ്ലൂരാണ്. അദ്ദേഹത്തുമായിട്ട് ഭയങ്കര ക്ലോസ്, വർഷങ്ങളായിട്ട് കോണ്ടാക്ട് ഉണ്ട്. നമ്മളും അതുപോലെ അദ്ദേഹത്തോട്ട് കണക്ടിവിറ്റിയാണ്. പ്രത്യേകിച്ച് എന്റെ അപ്ലൈൻ കൃഷ്ണകുമാർ സാർ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നുണ്ടോ, എനിക്ക് ചെറിയ സംശയമുണ്ട് സാർ ഇരിക്കുന്നുണ്ടോ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ അപ്ലൈൻ കണക്ട് ചെയ്യണം. നമുക്ക് എല്ലാ കാര്യവും അറിയുകയാണെങ്കിൽ എന്തായാലും, പക്ഷെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാണ്, ഈ ബിസിനസ്സിലെ ഒരു തമ്പ് റൂൾ എന്ന് പറഞ്ഞാല് നമ്മളെ ബിസിനസ് പ്യോർലി ഒരു ലീഡർഷിപ്പ് ഡ്രിവൺ ബിസിനസ്സാണ്. ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ ഒരു ലീഡറായി ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ആൾക്കാരെ ബിൽഡാ ചെയ്യുന്നത്. നമ്മൾ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുന്നു, ആൾക്കാരെ കൊണ്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ ആൾക്കാരെ ബിൽഡാ ചെയ്യുന്നത്. വി യൂസ് പ്രൊഡക്റ്റ് ടു ബിൽഡ് പീപ്പിൾ, വി ഡോണ്ട് യൂസ് പീപ്പിൾ ടു ബിൽഡ് ദ ബിസിനസ്. നമ്മൾ ഒരിക്കലും ആൾക്കാരെ യൂസ് അല്ല ചെയ്യുന്നത്, നമ്മൾ ആൾക്കാരെ ബിൽഡാ ചെയ്യുന്നത്. രണ്ടിന്റെ മീനിങ് വളരെ ഡിഫറെന്റ് ആണ്. സോ നമ്മളെ ബിൽഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ഗുരു ശിഷ്യ പരമ്പര വേണം. നമുക്കൊരു ഗുരു ഉണ്ടെങ്കിൽ ഒരു ശിഷ്യ, ഹൗ മെനി ചേലാസ് യു ഹാവ് പറഞ്ഞു. സോ നമുക്കൊരു ഗുരു ശിഷ്യ പരമ്പര വേണമെങ്കിൽ നമ്മൾ ബേസിക്കലി നമുക്ക് ഈ ബിസിനസ്സിൽ നമുക്ക് എന്തായാലും ഒരു ഗൈഡ് വേണം. നമുക്കറിയാലോ, നമുക്കൊരു വഴി അറിയാം. ഇപ്പൊ തൃശ്ശൂരിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോണെങ്കിൽ ബൈ കാർ പോണെങ്കിൽ നമുക്ക് കാറിൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോവാം. പക്ഷെ ചില സമയത്ത് നമ്മള് വഴി തെറ്റിന്ന് വരും. ശരിയാണോ? യെസ്, ഇഫ് യു ഫീൽ യെസ്, ടൈപ്പ് യെസ്. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഈ വഴി ആയിരുന്നില്ല പോകേണ്ടത്, കുറച്ചും കൂടെ ഇതിലെ കൂടെ പോകായിരുന്നു എന്ന് ചിന്തിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് GPS. യെസ് ഓർ നോ? സോ GPS യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. കാരണം GPS എപ്പോഴും നമുക്ക് തരുന്നത് ഷോർട്ടസ്റ്റ്, ഫാസ്റ്റസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് ടൈം പറഞ്ഞുതരും, ഏത് സമയത്ത് അത് എത്തും എന്നുള്ള സമയം. സോ നമ്മൾ GPS പോലെയാണ് നമ്മൾ അപ്ലൈ. സോ എന്തുകൊണ്ട് ഈ അപ്ലൈനെ നമ്മൾ എടുക്കുന്നത്? ആരാണ് ഈ അപ്ലൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുമായിട്ട് നിങ്ങൾക്കൊരു സ്പോൺസർ ഒരാളുണ്ടാവും. അപ്ലൈൻ ഒരു നിര പോലെ കുറെ ആൾക്കാർ നിങ്ങൾ അപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഈ അപ്ലൈൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ പാരന്റ്സിനെ ചൂസ് ചെയ്യാൻ നമുക്ക് പാരന്റ്സിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളെ അപ്ലൈനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും നമ്മളെ കംഫർട്ടബിൾ ആയ ഒരു അപ്ലൈനെ നമ്മൾ കണ്ട് നമ്മളുടെ കാര്യം വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു അപ്ലൈൻ ഈ ബിസിനസ്സിൽ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ നമുക്ക് ഒരു സബ്മിസീവ് മോഡ് വേണം. കാരണം നമുക്ക് ഒരു സാധനം, സപ്പോസ് പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് ഞാൻ കണ്ടത്,
ഞാൻ ഫീൽ ചെയ്തത്, നമ്മളൊരു കാര്യം ചെയ്ത ശേഷം നമ്മൾ അപ്ലൈനോട് പറയാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. ഞാൻ എന്റെ അപ്ലൈൻ ഉണ്ടോ എനിക്കറിയാം. ഞാൻ 2 ദിവസം മുൻപ് വെങ്കടേഷ് ജി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്കൊരു ടോപ്പിക് നിങ്ങൾക്ക് തരണം, നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ അപ്ലൈനോടും ഇത് പറഞ്ഞിട്ടുണ്ട്. സർ, ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതൊന്ന് പറയാനും കൂടി എന്താ സംസാരിക്കുന്നത്. ഡെഫിനറ്റ്ലി ചെയ്യും. കാരണം നമുക്ക് വേണമെങ്കിൽ അത് പറയാതെ, ഞാനിപ്പോ ഒരു ക്രൗൺ ആണ്, അപ്പോ എനിക്ക് വേണമെങ്കിൽ അത് ചെയ്താൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ. നോ, നമുക്കത് പറഞ്ഞാൽ എന്താ തെറ്റ്? നമുക്കൊന്ന് ഒരു അഡ്വൈസ്, ഞാനൊരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഇത് തെറ്റിപ്പോകുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്നെ ഒരു ഗൈഡ് ചെയ്യണം, ഒരു GPS മാപ്പ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാനെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. എപ്പോഴും നമ്മളെ ലീഡർഷിപ്പ് എന്ന് പറയുന്ന സാധനം വേർട്ടിക്കൽ അലൈൻമെന്റ് ആണ്. അത് നമ്മളെ ലീഡർഷിപ്പ് മോളിൽ നിന്ന് ഫ്ലോ ചെയ്യും, എക്സൈറ്റ്മെന്റ് ബോട്ടത്തിന് വരും. അപ്പോൾ നമ്മുടെ SP സാർ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ, ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസം, ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അപ്ലൈ കൃഷ്ണമ സാർ നമ്മള് SP സാറെ വിളിച്ചപ്പോ അദ്ദേഹം ഒരേ കാര്യം പറഞ്ഞിട്ടുള്ളൂ. സഞ്ജൻ, ഈ ബിസിനസ്സിൽ ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു കാരണവശാൽ ഈഗോ ക്ലാഷ് വരരുത്. പ്രത്യേകിച്ച് നമുക്ക് അഹങ്കാരം വരാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തർ ആൾക്കാർ വന്നു ശരിക്കും നമ്മൾ ഹെൽത്തി ആവാം, വെൽത്തി ആവാം, ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാം. നമുക്ക് ആൾക്കാർ വേണം. കാരണം നമ്മൾ അസറ്റ് പീപ്പിൾ ആണ്. നമ്മൾ ആരുമായിട്ട്, നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെടാതെ, ഇല്ലെങ്കിൽ ആരും ഇഷ്ടപ്പെടാതെയും കണ്ട ആൾക്കാരോടൊക്കെ ദേഷ്യം തോന്നിയിട്ടൊക്കെ പെരുമാറുന്ന സമയത്ത് ഹൂ ഇസ് ദ ലൂസർ? നമ്മൾ തന്നെ ലൂസ് ചെയ്യുന്നത്. സോ എപ്പോഴും നമുക്ക് എനിക്കും മനസ്സിലായ ഒരു കാര്യം, ദ ബെസ്റ്റ് പേഴ്സൺ ഹൂം യു ക്യാൻ കറക്റ്റ് ഈസ് അവർ സെൽഫ്. എനിക്ക് എന്നും ഞാൻ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കും, എന്താണ് എന്റെ ഉള്ളിൽ റോങ് ആയിട്ട് പോയത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മിസ്റ്റേക്സ് അറിയാതെ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. ഒരുപാട് ആൾക്കാർ ഡൗൺ ലൈൻസ് ഉണ്ടാവും, നമുക്ക് ഒരുപാട് അപ്പ് ലൈൻസ് ഉണ്ടെങ്കിൽ ഒരു ചെറിയ, നമുക്ക് വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ പറയും അതൊക്കെ ഞാൻ ചെയ്താട്ടോ, ഞാൻ അങ്ങനെ ചെയ്തു പറയുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു ഇത് എന്ന് പറഞ്ഞാൽ, ഒരു സെറ്റ് ബാക്സ് വരുന്ന സമയത്ത് നമുക്ക് വേഗം പോയിട്ട് അപ്ലൈന് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ആവും. കാരണം അവർ അപ്ലൈൻ ഈസ് ദ ഓൺലി പേഴ്സൺ ഹു ഇസ് തിങ്കിങ് ഗുഡ് ഓഫ് യു. നമ്മളെ കുറച്ച് നല്ലത് ചിന്തിക്കുന്ന ഒരു അപ്ലൈൻ മാത്രം ഉണ്ടാവും. ഇനി എങ്ങനെ നമ്മൾ പലപ്പോഴും ഉണ്ടാവുന്ന നമുക്ക് വരുന്ന ഒരു ഇഷ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാല്, ബേസിക്കലി ഞാൻ പറഞ്ഞത്, നമ്മൾ ഇന്നർ വോയിസ് സംസാരിക്കും. നമ്മൾ അപ്ലൈനുമായിട്ട് ഇരുന്നിട്ട് നമ്മളെ കംപ്ലീറ്റ് പ്ലാൻസ് പറഞ്ഞ് സംസാരിച്ച്, പലപ്പോഴും നമ്മൾ പോയി അപ്ലൈനുമായിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തിന് അവരുമായിട്ട് സംസാരിക്കണം, അവർ ചിലപ്പോൾ എഡ്യൂക്കേഷനിൽ കുറച്ച് കുറവായിരിക്കും. നോ, ഈ ബിസിനസ്സിൽ എന്ത് പറഞ്ഞാലും നമ്മുടെ അപ്ലൈന് നമ്മളെക്കാട്ടി കുറച്ചെങ്കിലും ഒരു ദിവസം മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ, 1 മണിക്കൂർ മുൻപ് വന്നിട്ടുണ്ടെങ്കിൽ, ഐ വിൽ സേ ദാറ്റ്സ് എ ഗോഡ്സ് പ്ലാൻ. നമ്മളെപ്പോഴും പറയും ഗോഡ്സ് പ്ലാൻ. സോ നമ്മൾ എന്തായാലും നമ്മളെ അപ്ലൈൻ നമുക്ക് ആവശ്യമുണ്ട്. എന്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സ്ട്രെങ്ത്, നമ്മളെ കുറച്ച് ചിലർ വിചാരിക്കും നമ്മളെ കുറച്ച് അത് പറഞ്ഞു തരാൻ. അങ്ങനെയല്ല, നമ്മളുടെ കാര്യങ്ങൾ വ്യക്തമായി പറയണം. നമ്മളുടെ ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് നോട്ട് ടോക്കിംഗ് ഓവർ ദ ഫോൺ, ഇറ്റ്സ് നോട്ട് ഡൂയിങ് സംതിങ് വിതൗട്ട് ദ കൺസേൺ. നമ്മളെപ്പോഴും നമുക്ക് നമ്മളുടെ ഒരു ഇഷ്യൂ ഇഷ്യൂ വരുന്ന സമയത്ത് അതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, ഇല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഒരു ഇഷ്യൂ ഇങ്ങനെയുണ്ട്, ആ ബ്ലോക്കിനെ എനിക്ക് എങ്ങനെ നീക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ അപ്ലൈന് വ്യക്തമായിട്ട് അറിയും. ഇവിടെ ഞാൻ എപ്പോഴും പറയും, നമ്മളെ കേരളത്തില് ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും വലിയ ലെജൻഡറി എന്ന് പറഞ്ഞാൽ ഭരതേട്ടൻ. എത്ര ഏജ്ഡാ നോക്കും. ഞാൻ എപ്പോഴും അദ്ദേഹത്തെ നോക്കും. വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ സാധനം, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ എന്ന് പറഞ്ഞ സാധനം, വൺ ഓഫ് ദ ബെസ്റ്റ് അപ്ലൈൻ ഈസ് എ വിന്നിംഗ് ടീം. സോ വിന്നിംഗ് ടീം ഈസ് എ സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ നമ്മൾ 100% ഫോളോ ചെയ്യാന്നുള്ളത്. സോ നൗ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ബിസിനസ് എന്ത് ടൈപ്പ് ബിസിനസ് അത് വെച്ചാൽ, അവർ ബിസിനസ് ഈസ് ഓൾ അബൌട്ട് കോമ്പൗണ്ടിങ് എഫക്ട്. നമുക്ക് കോമ്പൗണ്ടിങ് എഫക്ട് ആണ്. ഇറ്റ്സ് എ പൈപ്പ് ലൈൻ ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യാണ്. ആ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫ്ലോ ക്ലിയർ അല്ലെങ്കിൽ, നമ്മുടെ കണക്ടിവിറ്റി ക്ലിയർ അല്ലെങ്കിൽ, നമ്മുടെ അസോസിയേഷൻ ക്ലിയർ അല്ലെങ്കിൽ, നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ പോയി അപ്ലൈനുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മിക്കവാറും അത് അത്ര സോൾവ് ആവില്ല. നമുക്ക് ഡേ 1 മുതൽ നമ്മളൊരു സൊല്യൂഷൻ ഓറിയന്റഡ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ കംപ്ലൈനിങ് മോഡിൽ നിന്ന് സൊല്യൂഷൻ ഓറിയന്റഡ് മൈൻഡ് സെറ്റ്, നമ്മൾക്കൊരു
ഫിക്സഡ് മൈൻഡ് സെറ്റിൽ പോകാൻ പാടില്ല. സോ നമ്മൾ 10 കോർ സ്റ്റെപ്പിൽ എന്തിനാ കോർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 10 സ്റ്റെപ്പിന് പകരം നമ്മൾ കേൾക്കുന്നത് എന്തിനാ ഇതിപ്പോ 5 സ്റ്റെപ്പ് ഒക്കെ? നോ, ഇറ്റ്സ് എ സിസ്റ്റം. ഇതിൽ കൂടെ വിന്നിംഗ് ടീം കൂടെ ഏറ്റവും കൂടുതൽ ഡ്യൂ സീരീസ്മാരും DCDsമാരും UCDsമാരും ക്രൗൺസ് ഒക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ വന്നത് അതുകൊണ്ടാണ്. സോ നമ്മൾ എപ്പോഴും ലേണബിൾ, നമ്മൾ ഒരു സബ്മിഷൻ മോഡിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റീസൺ, ഒന്നിക്കൽ നമ്മുടെ ഒരു ഈഗോ ഉണ്ടാവും. ഈഗോ ആൻഡ് മണി വിൽ നെവർ ഫ്ലോ ടു ഈച്ച് അതർ. നമുക്ക് ഒരിക്കലും പൈസയും ഈഗോ ഒരുമിച്ച് പോവില്ല. സോ വി നീഡ് ടു സബ്മിറ്റ്. പിന്നെ നമുക്ക് നമ്മുടെ അപ്ലൈൻ എന്ന് പറഞ്ഞാല് ചിലപ്പോ അവർക്ക് നമ്മളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയുന്നത്, നമ്മളെ കുറിച്ച്. ഇപ്പൊ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും, എന്റെ ഫാമിലിയിലെ കാര്യം, എന്റെ കുട്ടികളുടെ കാര്യം, എന്റെ വീട്ടിലെ കാര്യങ്ങൾ, എന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, എന്റെ ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലെങ്കിൽ എന്റെ ഫിനാൻഷ്യൽ എല്ലാ സാധനവും എന്റെ അപ്ലൈൻ്റെ അടുത്ത് ഞാൻ തുറന്നു വെക്കാറുണ്ട്. സോ നമ്മളെ ഒരു അപ്ലൈൻ എന്ന് പറഞ്ഞാല് ആ വ്യക്തി നമ്മളെ കുറിച്ച് എപ്പോഴും നല്ല ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർ ചിന്തിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ക്രോസ് ലൈനിന്റെ അടുത്ത് പോയിട്ടോ, നമുക്ക് എപ്പോഴും അറിയാം നമുക്ക് ഇഷ്ടം വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും നല്ല നടക്കുന്നത് നോക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. നമ്മുടെ അപ്ലൈൻ ചിലപ്പം ചെറുതായി വഴക്ക് പറഞ്ഞു തരും, ചിലപ്പോൾ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ആയിക്കഴിഞ്ഞാൽ യു കനോട്ട് ബിൽഡ് ഇറ്റ് ബാക്ക്. കാരണം നമ്മളൊരു കംഫർട്ടബിൾ ആയി ഒരു അപ്ലൈൻ്റെ ഒപ്പം ഇരിക്കുന്ന സമയത്ത്, നമ്മുടെ അപ്ലൈനുമായിട്ട് ഒരു സിങ്ക് ആകുന്ന സമയത്ത്, ആ സമയത്ത് നമ്മളെ ഗ്രോത്ത് ഭയങ്കര. കാരണം യൂണിറ്റിക്ക് സ്ട്രെങ്ത് ഉണ്ട് എപ്പോഴും. സോ വെർട്ടിക്കൽ നമുക്ക് ബാക്ക് ബോൺ, നമുക്ക് വെർട്ടിബ്രേറ്റ് കോളംസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും L1 L2 L3 എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. സോ അതിന്റെ ഉള്ളിൽ കൂടെ നെർവസ് സിസ്റ്റം പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡിസ്കിന് ചെറിയ ഗ്യാപ്പ് വന്നു വെച്ചെങ്കിൽ ദ എൻറ്റയർ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് പെയിൻ വരുന്ന കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മുടെ വെർട്ടിക്കൽ അലൈൻമെന്റ്, നമ്മുടെ ലൈഫിൽ വെർട്ടിക്കൽ അലൈൻമെന്റിൽ നമ്മൾ അപ്ലൈൻ്റെ കൂടെ ഇരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സോ ഇന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരു പൈപ്പ് ലൈൻ ബിൽഡിങ്ങിലാണ്, നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിറ്റുകൊണ്ട് നടക്കുന്ന ബിസിനസ്സിലൊന്നുമല്ല, നമ്മളൊരു ലീഡർഷിപ്പ് ഡ്രിവൺ ബിസിനസ്സിലാണ്. അതുപോലെ നമ്മൾ പാസീവ് ഇൻകം, എത്ര പേർക്ക് പാസീവ് ഇൻകം ഈസ് എ ഇൻകം വിച്ച് കംസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ. സോ ഒരു സിസ്റ്റമൈസേഷന് വേണമെങ്കിൽ നമുക്ക് ഒരു കണക്ടിവിറ്റി വളരെ ആവശ്യമാണ്. നമ്മൾ എപ്പോഴും പറയാതെ ഒരു മെന്റർ ആയിരിക്കും. കാരണം മിഞ്ഞാന്ന് കൂടെ SP സാറ് എനിക്ക് വോയിസ് ഇട്ടുണ്ട്, ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം, നമുക്ക് ഹൈദരാബാദ് ഇങ്ങനെ ചെയ്യാം, അത് കഴിഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. സോ നമ്മളുടെ ബ്രെയിൻ യൂസ് അവിടെ ചെയ്യരുത്. നമ്മുടെ എപ്പോഴും ചെയ്യുന്നതിൻ്റെത് നമ്മൾ അപ്ലൈൻ്റെ ബ്രെയിനാണ് യൂസ് ചെയ്യേണ്ടത്, അപ്ലൈൻ്റെ മൈൻഡാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ കൈകാലാണ് അനക്കേണ്ടത്. നോർമലി ഉണ്ടാവുന്ന ഉൾട്ടയാണ്. നമ്മൾ ചെയ്യും അപ്ലൈനെ നോക്കിയിട്ട് നമ്മളുടെ കുറെ പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ അപ്ലൈനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് നമ്മളെ മൈൻഡ് അപ്ലൈ ചെയ്ത് അപ്ലൈനെ കൊണ്ട് വർക്ക് ചെയ്യും. ഇറ്റ്സ് നോട്ട് നോ, ഹീസ് ഓൺലി ഗൈഡ്, ഹീസ് എ സൊല്യൂഷൻ, ഹീസ് എ GPS, ഹീസ് എ എവറിഥിങ് ഫോർ ദി ബിസിനസ്. അദ്ദേഹത്തിന്റെ എപ്പോഴും പറയും, നിങ്ങൾ എത്ര ഡൗൺ ലൈൻസ് പോയപ്പോൾ നിങ്ങൾ അപ്ലൈനുമായിട്ട് സ്ട്രേറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ റീബിൽഡ് യുവർ ബിസിനസ് അറ്റ് എനി മൊമെന്റ് ഓഫ് ടൈം. എനിക്ക് ഇഷ്ടം പോലെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. വാട്ട് എവർ ദ സിറ്റുവേഷൻ മേ ബി, ഒരുപാട് ഇഷ്യൂസ് ഒക്കെ എൻ്റെ ടീമിൽ വന്നാൽ പോലും why I am confident is because my connectivity with my upline is far better than anything in this life. സോ നമുക്ക് വേണ്ട ഒരേ ഒരാള് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നവര് തിരിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ് ഒരു ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ആണ്. നമ്മളൊരു ബിസിനസ് ഒരു പ്രോഫിറ്റബിൾ മോഡിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ് ആണ്. നമ്മളെ ബിസിനസ് ഒരു ലേണിംഗ് മോഡിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ബിസിനസ് ആണ്. നമ്മളൊരു പൈപ്പ് ലൈൻ ബിൽഡിംഗ് ബിസിനസ്സിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം സസ്റ്റൈനബിൾ ഒരു ഗ്രോയിങ് ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ്സിലാണ്. ഞാനൊരു ചെറിയ സാധനം കാണിച്ചത്, അപ്പൊ നിങ്ങൾക്ക് ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. എപ്പോഴാണ് നമ്മൾ ഒരു അപ്ലൈനായിട്ട് ഇരുന്ന് സംസാരിക്കേണ്ടത്? ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒരു കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടോ നമ്മളെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാം, നമ്മളെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ ഈ തവണ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഇങ്ങനെയാ പോയത്. ഈ മാസം ഇത്ര ഗ്രോത്ത് വരുന്നുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? വെൻ യു ആർ ഗ്രോയിങ് യു നീഡ് മോർ ടൈം വിത്ത് യുവർ അപ്ലൈൻ ടു സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ കൂടുതലാണ് നമ്മൾ അപ്ലൈൻ്റെ ആവശ്യം വരുന്നത്. കാരണം നമുക്ക് സ്ട്രഗിൾ ഫേസിൽ
നമുക്ക് എത്ര വേണമെങ്കിൽ സ്ട്രഗിൾ ബിൽഡ് ചെയ്യാം. പക്ഷെ ഗ്രോത്തിന് ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയി നിർത്തുക, ഈ ഗ്രോയിങ് ടു ഹയർ ലെവൽ, അവിടെ പോയി നിൽക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് അവിടെ പോയി നിന്ന് എത്ര നേരം നിൽക്കാൻ പറ്റുന്നു, എത്ര കാലം നിൽക്കാൻ പറ്റുന്നു, ആ സസ്റ്റൈനബിലിറ്റി, ആ ഒരു സാധനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആവശ്യമാണ്. സോ ഐ തിങ്ക് കുറെ ആൾക്കാർക്കെങ്കിൽ ഇതിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ബിസിനസ് ഒറ്റയ്ക്ക് ചെയ്യേണ്ട ബിസിനസ് അല്ല, ഇവിടെ ഒരു ടീം വർക്കാണ്. നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് ഉണ്ട്, നമുക്ക് ലീഡർഷിപ്പ് ഓവർ റൈഡിംഗ് ബിസിനസ്, എല്ലാ വാക്കുകൾ കേട്ടറിയാം നമുക്കതില്. നമുക്ക് അതിന്റെ ക്രക്സ് മനസ്സിലായി, അതിന്റെ കോർ ഭാഗം മനസ്സിലായാൽ മതി. ആ സിസ്റ്റത്തിന് നമുക്ക് മനസ്സിലാകുന്ന സമയത്ത് ഈ വി നീഡ് ടു സിറ്റ് എവറി മന്ത്, ഒരിക്കലെങ്കിലും നിങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഞാൻ എന്റെ അപ്ലൈന് കൃഷ്ണ സാർ ഇരിക്കും, ബാംഗ്ലൂരാണ് എന്റെ അപ്ലൈൻ. ഇന്നും ഇത്രയും പ്രോഗ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ ഞാൻ 2016 സൈൻ ചെയ്ത് ഇന്ന് വരെ ടിൽ ഡേറ്റ്, ഇന്നത്തെ ദിവസം വരെ ഒരു സെക്കൻഡ് പോലും ഐ നെവർ ഫെൽറ്റ് ബാഡ് ഓഫ് മൈ അപ്ലൈ. ഐ നെവർ ഫെൽറ്റ്. ഐ ആം സോ പ്രൗഡ്. കാരണം അത് എന്റെ ലൈഫ് ലൈൻ, എന്റെ ബ്ലഡാന്ന് എനിക്ക് മനസ്സിലാവും. നമ്മളെ ഒരു ബ്രദർഹുഡ് ആണ്. നമ്മൾക്ക് നമ്മളുടെ ഇവിടെ ഇരിക്കുന്ന വിന്നിംഗ് ടീമിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുടുംബമാണ്. ഇതൊരു സുധീഷ് ഒരിക്കൽ പറയണ്ടായി, സുധീഷ് BCD എന്ന മകൻ പറഞ്ഞു, ഇതൊരു പരിവാറാണ്. കാരണം ഇതൊരു ഫാമിലിയാണ്. ആ ഫാമിലിയിലെ കാര്യങ്ങൾ നമുക്ക് അറിയാണെങ്കിൽ അത് നമ്മൾ പറയില്ലേ, നമുക്കൊരു അടി കിട്ടുമ്പോ കണ്ണിന്നാണ് വെള്ളം വരുന്നത്, അല്ലാതെ കാലിന് അടി കിട്ടുന്ന സ്ഥലത്ത് വെള്ളം വരില്ല. അപ്പൊ എവിടെയോ നമുക്കൊരു പെയിൻ വരുന്ന സമയത്ത് വേറെ ആരോ സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യമാണ് ടു ഗ്രോ ടുഗദർ. നമ്മുടെ ആവശ്യമാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടത്. നമ്മുടെ ആവശ്യമാണ് നമ്മൾക്ക് ഗ്രോത്ത്. സോ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും മനസ്സിലാക്കേണ്ട സാധനം, നമ്മൾ പലപ്പോഴും മൈൻഡ് അല്ലെങ്കിൽ ബ്രെയിൻ ഓൾവേസ് റിയാക്ട്. ബ്രെയിൻ എപ്പോഴും റിയാക്ട് ചെയ്യും, ഹാർട്ട് എപ്പോഴും റെസ്പോണ്ട് ചെയ്യും. സോ എപ്പോഴും ഒരു ഇഷ്യൂ വരുമ്പോ പുട്ട് എ പോസ്, ഒരു മിനിറ്റ്, ഇല്ലെങ്കിൽ എന്റെ അപ്ലൈൻ പറഞ്ഞു, ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞിരുന്നെങ്കിലും പെട്ടെന്ന് ചിന്തിക്കുക, ഹി ഹാസ് സം, ഇല്ലെങ്കിൽ എനിക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ അപ്ലൈനോട് ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ സംസാരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ നമ്മളെ അപ്ലൈനും പെയിൻ ഉണ്ടാവും. നമ്മളെ അപ്ലൈനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, നമ്മുടെ താഴെ ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ആർ നമ്മളൊരു അപ്ലൈനാണ്. സോ എങ്ങനെയാണ് ഒരു പാരന്റൽ കെയർ, എങ്ങനെയാണ് ഒരു കൊച്ചു കുഞ്ഞ് ജനിക്കുമ്പോൾ, എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടീനെ എങ്ങനെയാണ് കെയർ കൊടുക്കുന്നത്, ആ സമയത്ത് ആ പാരന്റൽ അഫെക്ഷൻ, സെയിം അഫെക്ഷൻ ഐസ് ദ എൻറ്റയർ ടീം. സോ ഐ റിയലി ലവ് ദിസ് വണ്ടർഫുൾ വിന്നിംഗ് ടീം. സോ ഞാൻ ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്, നമ്മള് എന്തിനാണ് ഈ ബിസിനസ്സിൽ വന്നതില്, ഫിനാൻഷ്യൽ ഫ്രീഡം ആണോ, നമുക്ക് പൈസനാണോ, അതോ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് ഓരോ റീസൺ ആയിരിക്കും. സോ ആ റീസൺ നമ്മൾക്ക് പാഷൻ ആക്കി, ഇല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്ക് പാഷൻ ആക്കി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കടലാണ്. വെസ്റ്റീജ് ഈസ് എ കമ്പനി. ഈ കമ്പനിയിൽ നമുക്ക് തരുന്ന ഇൻകം, പ്രൊഡക്ട്സ് തരുന്നുണ്ട്, സിസ്റ്റം അവിടെയുണ്ട്. വിന്നിംഗ് ടീം ആ പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ, ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ ഒരു ഒരു റൈറ്റ് പേഴ്സൺ, എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ഒരു നല്ല കൾച്ചേർഡ് ആക്കി വലുതാക്കുന്ന ആ ഒരു സിസ്റ്റമാണ് നമുക്ക് വിന്നിംഗ് ടീം എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്. വിന്നിംഗ് ടീം ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം പറയുന്നതിനെക്കാട്ടി കൂടുതൽ പറയുന്നത് ഹൗ വി ക്യാൻ ലിവ് ടുഗദർ, ഹൗ വി ക്യാൻ ട്രാവൽ ടുഗദർ, നമുക്ക് എങ്ങനെ ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ ഉള്ളിൽ ഒരു ഈഗോ ക്ലാഷ് ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ആകെ മനസ്സിലാക്കിയാൽ മതി, അപ്ലൈനായിട്ട് നമുക്ക് കണക്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മളെ വീട്ടില് കറണ്ട് ലൈൻ വിളിച്ചിട്ടുണ്ട്, നമ്മളെ വീട്ടിൽ ഒരു ബൾബ് ഫ്യൂസ് ആയാൽ വേണമെങ്കിൽ ആ ബൾബ് മാറ്റാം. പക്ഷെ വീട്ടിൽ മൊത്തം കറണ്ട് പോയാലോ, നമ്മൾ മെയിൻ സ്വിച്ച് പോയി നോക്കും. മെയിൻ സ്വിച്ചിൽ വയർ മുഴുവൻ കറക്റ്റ് ആണ്, എല്ലാം സാധനം കത്തുന്നുണ്ട്, എന്തൊക്കെയോ വയറൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ പിന്നെ വീടിനടുത്തുള്ള ട്രാൻസ്ഫോമർ എടുത്ത് നോക്കും. സോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് കണക്റ്റഡ് ആണ്. സോ എവറിത്തിങ് ഫ്ലോസ് ഫ്രം ദ ടോപ്പ്. ആൻഡ് ഈ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യം, വളരെ ആവശ്യമാണ്. ആൻഡ് എപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഫീലിങ്, നമ്മൾ എത്രമാത്രം ബെൻഡ് ചെയ്യുന്നു അത്രമാത്രം നമ്മൾ ഗ്രോ ചെയ്യും. ബെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എത്രമാത്രം സബ്മിസീവ് ആവുന്നു. നമ്മൾ എപ്പോഴും പറയും, ഒരു മാവ് നിറച്ച് മാങ്ങിയിലെ മാവ് എപ്പോഴും ബെൻഡായിട്ട് നിൽക്കുള്ളൂ. നമ്മൾ എത്ര കല്ല് എറിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇട്ടാലും വീണ്ടും മാങ്ങ തരും. സോ എവറി creatures except human beings grow to their maximum potential.
മനുഷ്യരൊഴികെ ബാക്കി എല്ലാ ജീവജാലങ്ങളും അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഗ്രോ ചെയ്യും. ഒരു വാഴ അതിന്റെ മാക്സിമം കൊലയ്ക്കും, ഒരു തെങ്ങ് അതിന്റെ മാക്സിമം കായ ഉണ്ടാക്കും, ഒരു കിളി അതിന്റെ മാക്സിമം പറക്കും. അതിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ അത് എക്സ്പ്ലോർ ചെയ്യും. ആൻഡ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യർ മാത്രമേ ഉള്ളൂ അവരുടെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത്. എനിക്കിപ്പോ പറയാം, ഇപ്പൊ വെങ്കടേഷ്, ഐ എം റിയലി താങ്ക്ഫുൾ ആൻഡ് പ്രൗഡ് ഓഫ് വിന്നിംഗ് ടീം ലീഡേഴ്സ്. കാരണം നമുക്കൊരു അവസരം തരാണ്. സോ ഐ ആം വെരി താങ്ക്ഫുൾ. ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം, പക്ഷെ നോ, വി പുട്ട് കമ്മിറ്റ്മെന്റ് ഫോർ ദിസ്. സോ നമ്മുടെ ദർ ഈസ് എ സൈക്കിൾ. നമുക്കറിയാം, ഒരു സൈക്കിൾ തിരിയണമെങ്കിൽ അതിന്റെ വീൽസ് തിരിയണം. സോ നമ്മൾ 10 സ്റ്റെപ്പിന്റെ ഞാൻ ഒരു ചെറിയൊരു ചെറിയൊരു ഒരു ഷോർട്ട് ഡെമോ കാണിച്ചു തരാം, അപ്പൊ മനസ്സിലാവും. നമ്മള് 10 സ്റ്റെപ്പിന്, ഓരോ സ്റ്റെപ്പിന് 10 മാർക്ക് ഇടുക എന്നിരിക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഡിഫൈൻ യുവർ ഡ്രീംസ് ആൻഡ് ഗോൾസ്. നമ്മൾ ഡ്രീംസ് ഗോൾസ് സെറ്റ് ചെയ്യുന്നു, അതുപോലെ അതിന് 10 മാർക്ക് ഉണ്ട്. അതേപോലെ നമ്മളൊരു സപ്പോസ് മേക്ക് എ ലിസ്റ്റിന് ഒരു 10 മാർക്ക് ഉണ്ട്, കൗൺസിൽ വിത്ത് യുവർ അപ്ലൈൻ 10 മാർക്ക്. അങ്ങനെ 10 സ്റ്റെപ്പിന് 10 മാർക്ക് ഇടുകയാണെങ്കിൽ 10 + 10 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 ഉണ്ടാവും. പക്ഷെ ഞാൻ അതിന്റെ മൾട്ടിപ്പിൾ എഫക്ട് കാണിച്ചു തരാം. മൾട്ടിപ്പിൾ എഫക്ട് എന്താന്ന് വെച്ചാല്, ഒരു ഡ്രീം ആൻഡ് ഗോൾസ് ഇല്ലെങ്കിൽ 100% പ്രൊഡക്റ്റ് യൂസിന് 10 മാർക്ക് കിട്ടും. 100% പ്രൊഡക്റ്റ് യൂസിന് അതൊരു ഇലാബറേറ്റ് ആണ്. ഞാൻ 10 സ്റ്റെപ്പിന്റെ കാതലായ ഭാഗം പറഞ്ഞു തന്നിട്ടുള്ളൂ. അതിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ തെറ്റിച്ചു നിൽക്കട്ടെ, ഇല്ലെങ്കിൽ അത് വിട്ടുപോയി നമ്മളെ കയ്യിൽ നിന്ന്. എന്ന് പറഞ്ഞാല് 10 സ്റ്റെപ്പിൽ ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അഡീഷനില് 90 മാർക്ക് ഉണ്ടാവുള്ളൂ. മൾട്ടിപ്ലിക്കേഷനിൽ ആ 10 0. അപ്പൊ മൾട്ടിപ്ലിക്കേഷനിൽ എന്താ പറ്റിച്ചാൽ നമുക്ക് 90, 10-ല് 9 ചെയ്തിട്ടുണ്ടെങ്കിൽ 10 × 9 90 ഉണ്ടാവും. 90 × 0 0 ആയിപ്പോ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയ ആൾക്കാർ സീന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ഏത് ദിവസവും ചിന്തിക്കേണ്ടത്, അതും ഇത് വലിയ ഹാർഡ് വർക്ക് ഒന്നുമില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പോസ്റ്റർ നോക്കുക, നമ്മൾ ഗോൾ പോസ്റ്റ് എഴുതിയിരിക്കുക, നമ്മളെ ഗോൾ പോസ്റ്റ് നോക്കുക, ഓ ഐ എം ഗ്രോയിങ് ബിഗ് ടൈം, നമ്മൾ കൈയടിക്കുക, നമ്മൾ സ്വന്തം പാറ്റ് ചെയ്യുക, നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുക. സെൽഫ് മോട്ടിവേഷൻ ആണ് ഈ ബിസിനസ്സിൽ വേണ്ടിയുള്ളൂ. അല്ലാതെ നമുക്ക് വലിയ ഇതിലൊന്നും വലിയ ആനക്കരയൊന്നുമില്ല. നമ്മൾ ഒരുപാട് കോടികളൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ. ബട്ട് ദ തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. എത്ര ചെറിയ കാര്യം, മൈന്യൂട്ട് കാര്യം, ചിലപ്പോൾ ഒരു ബുക്ക് വായിക്കാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റിന്റെ ബുക്കാണ്. ഞാൻ ഓപ്പോസിറ്റ് കാണിക്കാൻ കോമ്പൗണ്ടിങ് എഫക്റ്റിന്റെ ബുക്കാണ്. ആ ബുക്ക് ഞാൻ ഇന്നലെ രാത്രി വന്ന് വായിക്കാൻ, 2 മണിക്ക് വന്ന് വായിക്കണ്ടെങ്കിൽ ഒരു ലൈനിങ് വായിച്ച ഹൗ സമാധാനം. ഇന്ന് ഞാൻ ബുക്ക് എടുത്തല്ലോ, ബുക്ക് എടുത്ത് ഞാൻ പലപ്പോഴും ബുക്ക് എടുത്തിട്ട് ബെഡിന്റെ മുകളിൽ ഇട്ടാളിയും. കാരണം അത് വായിച്ച് കിടക്കുമ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞല്ലോ. വിന്നിംഗ് ടീം ആപ്പ്, നിങ്ങൾ പലരും വിന്നിംഗ് ടീം ആപ്പ് തുറന്നു നോക്കി അറിയാം. ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം. അത് വിന്നിംഗ് ടീമിന്റെ ആപ്പിൽ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷൻ കാണാം, നിങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതില് നമുക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കാണുന്ന സമയത്ത് ഇതില് നമ്മളെ പേഴ്സണൽ ഒരു കാണാൻ പറ്റും. ഇങ്ങനെ ഒരു സാധനം കാണാം. ഞാൻ ഓപ്പോസിറ്റ് കാണിച്ചത് കുറച്ചും കൂടെ ക്ലിയർ ആക്കും. സോറി, ഞാൻ ഇവിടെ തന്നെ കാണിക്കാം. ഇതില് പേഴ്സണൽ ഡാറ്റ ഉണ്ട്, മൈ പേഴ്സണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, 10 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ 10 സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാണാവോ? ഇവിടെ കുറെ ചുവന്ന ബട്ടൺസ് കാണാം. ഇതിൽ 10 സ്റ്റെപ്പ് ഉണ്ട്. ഇന്നത്തെ 10 സ്റ്റെപ്പിന്റെ ചുവന്ന ബട്ടൺസ് ആണ്. സപ്പോസ് ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്റെ സ്വപ്നത്തെ കണ്ടു. ഹൗ ഈ കൊല്ലം ഞാൻ ഇങ്ങനെ പോകണം ചിന്തിക്കുമ്പോ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് അതിന് യെസ് അടിച്ചു, കണ്ടോ? അത് ബ്ലൂ ആയി, കണ്ടോ? സപ്പോസ് ഞാൻ ഇന്ന് ബുക്ക് വായിച്ചിട്ടില്ല, അപ്പോ യെസ് ചെയ്യരുത് കേട്ടോ. സപ്പോസ് ഞാൻ ഇന്ന് ഒരാളെ പേഴ്സണൽ അക്കൗണ്ടിൽ ഒരു പുതിയ ഒരാളെ ചേർത്തു, അപ്പൊ മേക്ക് എ ലിസ്റ്റിൽ ഞാൻ യെസ് അടിച്ചു. പിന്നെ ഇന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പൊ നോലന് വയ്ക്കുക. പ്ലാൻ കാണിച്ചു, ഇന്നൊരാൾക്ക് പ്ലാൻ കാണിച്ചു, യെസ് അടിച്ചു. നിങ്ങൾക്ക് ഈ സ്ക്രീൻ കണ്ടറിയാം, നിങ്ങൾക്ക് നോക്കുന്നവർ കാണാൻ പറ്റും. കാണുന്നുണ്ടോ? കാണുന്നവർ യെസ് അടിക്കുക, കണ്ടോ? ചിലത് ചോപ്പാണ്, ചിലത് ബ്ലൂ ആണ്, കണ്ടോ? അങ്ങനെ അതിനെ സേവ് ചെയ്ത് നമ്മൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് CP തന്നെ നമുക്ക് അക്കൗണ്ടബിലിറ്റി, അതിലേക്ക് നമുക്ക് ടിക്ക് പോകാൻ പറ്റും. സോ നമ്മൾ ഇവാലുവേഷൻ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ ഒരിക്കലും നമ്മൾ അതിനെ ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ ഇതൊരു ചക്രാണ്. ഈ ചക്രം തിരിക്കുക എന്നുള്ളതാണ്. എത്ര സ്പീഡിലെ ചക്രം തിരിക്കും. 10 സ്റ്റെപ്പ് പറഞ്ഞാൽ അതിന്റെ വീൽസ് ഉണ്ടാവും. ആ വീൽസിന് എല്ലാ വീൽസിനും ചുറ്റും തിരിയാൻ വേണ്ടിയിട്ട് അതിനൊരു റിം ഉണ്ടാവും, പുറത്ത് ഔട്ടർ. അതിന്റെ ഔട്ടർ റിങ്ങില് നമ്മൾ ഇത് തിരിക്കുന്ന സമയത്ത് ഓരോ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ഇപ്പൊ സപ്പോസ് ഞാൻ ഒരു അപ്ലൈൻ കൗൺസിലിംഗ് വിട്ടുപോയി ഒരു മാസത്തില്, അപ്പൊ നമ്മള് അതിന്റെ ഒരു ബാർ നീക്കി കഴിഞ്ഞാൽ അതിന്റെ ശബ്ദം മാറാൻ തുടങ്ങും. സോ ഇതുപോലെ സ്പൈക്സിന്റെ ഈ റൊട്ടേഷൻ, ഈ സൈക്കിൾ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ ലൈഫിന്റെ 10 സ്റ്റെപ്പ് ക്ലിയർ ആയി. യു വിൽ ബി ദ
വൺ ഓഫ് ദ എന്താ പറയാ പ്യൂരിഫൈഡ് ആൻട്രപ്രണർ എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിലെ ഏറ്റവും നല്ല പ്യൂരിഫൈഡ് ഫോമിൽ നമ്മൾ വരും. സോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്മള് നമ്മളെ അപ്ലൈനുമായിട്ട് നമുക്ക് ശരിക്ക് കണക്ടിവിറ്റി കിട്ടിയിട്ടില്ല, നമ്മളെ ലൈഫിൽ കണക്ടിവിറ്റി കിട്ടിയില്ല. നമ്മൾ ഒരു നമ്മളെ തൊട്ട മുകളിലത്തെ അപ്ലൈൻ ക്ലിയർ ആയിട്ടില്ല. നമുക്ക് യു ക്യാൻ ഗോ ഫോർ യുവർ നെക്സ്റ്റ് അപ്ലൈൻ. ആ അപ്ലൈൻ നമുക്ക് ക്ലിയർ അല്ല, യു ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് അപ്ലൈൻ. ആ അപ്ലൈൻ നമുക്ക് ക്ലിയർ അല്ല, യു ക്യാൻ ഗോ ഫോർ യുവർ നെക്സ്റ്റ് അപ്ലൈൻ. ഇഫ് ഒരു അപ്ലൈൻ ക്ലിയർ ആയിട്ടില്ല, സോ നമ്മൾ ക്ലിയർ അല്ല. സോ യു നീഡ് ടു ഫൈൻഡ് എ clear upline with whom you can connect and you can counsel. Counseling is a must. കൗൺസിലിംഗിൽ ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത്തോളം ആൾക്കാർ മിസ് ചെയ്തു പോകുന്ന സാധനം, നമ്മള് ഗ്രോത്ത് വരുന്ന സമയത്ത്, ഇപ്പൊ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ ക്രൗൺ ആണ്, സപ്പോസ് ഞാനൊരു ബ്രോൺസ് ആണ് നിൽക്കട്ടെ, എന്റെ ഡൗൺ ലൈൻ ക്രൗൺ ആണ് നിൽക്കട്ടെ. ബട്ട് ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഇൻ ദ ഇൻഡസ്ട്രിയിൽ, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടൈം ബീങ് ഐ എം എ ബ്രോൺസ്, പക്ഷെ എക്സ്പീരിയൻസും ഇൻഡസ്ട്രീന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി ഇഫ് ഐ ഹാവ് എക്സ്പീരിയൻസ്. ഇപ്പൊ ഭരതനൊക്കെ ലെജൻഡറീസ് ആണ് ഇവരൊക്കെ. അവര് ജ്യോതിഷ് കുമാർ സാർ, അത് ഇവരെ കുറെ ആൾക്കാർ DOCDs പറഞ്ഞ SP ബാലൻ സാർ പറയുന്നത് ക്രൗണിന്റെ താഴെ കഴിയുന്നത് ക്രൗണിന്റെ ലെവലിലെ ആൾക്കാരുമായിട്ട് കൗൺസിൽ ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ഇപ്പൊ നമ്മളൊരു ബ്രോൺസ് ആണ്, അവരെ അപ്ലൈൻ ഗോൾഡ് ആണ്, അവരുമായിട്ട് കൗൺസിൽ ചെയ്യരുത്. കഴിയുന്നതും യു ഹാവ് ടു കൗൺസിൽ വിത്ത് യുവർ അപ്ലൈൻ ഹു ഇസ് എ ക്രൗൺ മിനിമം. അതിന്റെ മുകളിൽ എത്ര ആൾക്കാർക്കും പോവാം. സോ കണക്ടിവിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ്. കണക്ടിവിറ്റി ഈ ബിസിനസ്സിൽ ശരിക്കും ചിന്തിച്ചു വെച്ച് കഴിഞ്ഞാല് പ്രൊഡക്റ്റ് അല്ല, നമ്മൾ ഹ്യൂമൻ അസറ്റ്സിനെ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ കൂടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിലേഷൻഷിപ്സ് സ്ട്രോങ് ആവുന്നു. അതുപോലെ നമ്മുടെ ലൈഫിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നേടാൻ പറ്റും. സോ ഇറ്റ്സ് എ ഹ്യൂജ് ബിസിനസ്. ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയായി. ഈ ഇൻഡസ്ട്രി ഒരുമിച്ച് കടൽ പോലെ വരുന്ന സമയത്ത് വെൻ യു എൻകാഷ് ദ എൻറ്റയർ, നമ്മളെപ്പോഴും പറയും LOB ഇസ് ദ ബിഗസ്റ്റ് ഇൻകം ഇൻ വെസ്റ്റേജ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് റോൾ അപ്പ് ചെയ്യുന്നത്. ഡയറക്ടർ ബോണസ് ഡൗൺവേർഡിലേക്ക് പോകുന്നത്. മറ്റേത് അപ്പൊ താഴേക്കും വരികയാണ്, ഇത് താഴേന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ്സ് എ ഹ്യൂജ് മൊമെന്റം. ബിക്കോസ് നമ്മൾ LOB കേട്ടില്ല, മൾട്ടിപ്പിൾ LOB പലർക്ക് കേട്ടിട്ടില്ല, ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇറ്റ്സ് പോസിബിൾ ഇഫ് യു ഹാവ് എ സ്ട്രോങ് കണക്ടിവിറ്റി വിത്ത് യുവർ ഗ്രോയിങ് അപ്ലൈൻ. ക്ലിയർ? സോ ഇന്ന് എടുക്കേണ്ട തീരുമാനം, വി മസ്റ്റ് കണക്ട് വിത്ത് അവർ അപ്ലൈൻ. എല്ലാ ദിവസവും ഒരു കോൾ ചെയ്യുക, എല്ലാ ദിവസവും വിളിച്ച് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല, നമ്മുടെ ഒരു ചെറിയ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് യു ആർ ടേക്കിംഗ് ആൻഡ് എവറി ടൈം വെനെവർ യു ആർ ഡൂയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, നമ്മൾ ഒരു കാര്യം പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പോണെങ്കിൽ കൺസൾട്ട് വിത്ത് യുവർ അപ്ലൈൻ. സി, ഞാനും വൈഫും സ്റ്റേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ഞങ്ങൾ അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങള് SP സാറോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സാർ എനിക്ക് വലിയ ഇഷ്ടമാണ് BMW വാങ്ങാൻ, അതൊക്കെ ഓടിക്കാൻ വലിയ ഇഷ്ടമാണ്, ഞാനൊന്ന് എനിക്ക് വാങ്ങിക്കോട്ടെ ചോദിച്ചിരുന്നു. ഓഫ്കോഴ്സ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇഫ് യുവർ ഇൻകം ഈസ് മോർ ദാൻ 3 lakh 2.5 lakhs, അന്ന് 2018 തോന്നുന്നു, 18-19 2 lakhs plus 3 lakhs കൺസിസ്റ്റന്റ് ഫോർ എ പീരിയഡ്, ഞാൻ പറയുന്നവരെ എടുക്കുന്നത് പറഞ്ഞത്. സോ ഞാൻ അപ്പൊ ഷട്ട് ഡൗൺ ചെയ്തു, കഴിഞ്ഞു എന്റെ. പിന്നെ അതിന്റെ അപ്പുറത്ത് അല്ലാതെ ഞാനൊരു വണ്ടി എടുത്തു, ഞാനൊരു കാര്യം ചെയ്ത ശേഷം ഞാൻ എന്റെ അപ്ലൈനോട് പറയാണ്, ദാറ്റ്സ് നോട്ട് ട്രൂ. അത് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതന്നെ. അതേ സമയത്ത് ഒരു കാര്യം നമ്മൾ ചോദിച്ച് ചെയ്യാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇത് പറഞ്ഞു വളരെ സിമ്പിൾ അറിയാം. സി, നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക സ്മോൾ ചോയ്സസ് വിത്ത് സ്മോൾ തിങ്സ്. ഇപ്പൊ ഒരു ബുക്ക് വായിക്കേണ്ട, ഒരു ലൈൻ വായിക്കേണ്ട സ്മോൾ തിങ് ആണ്. സ്മോൾ തിങ് വിത്ത് സ്മാർട്ട് ചോയ്സസ് വിത്ത് കൺസിസ്റ്റൻസി വിത്ത് ടൈം യു വിൽ ക്രീവ് എ ഇമ്മൻസ് റിസൾട്ട്. എപ്പോഴും നമ്മൾ ചെറിയ കാര്യം ചെയ്യുന്നില്ല, അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ്, എവറി സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ പോലും ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് രാവിലെ ഇവിടെ ഇരുന്ന് ആൾക്കാർ ഇരിക്കുന്നു, ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ വെരി ബ്ലെസ്സിങ് ഫോർ ഓൾ ഓഫ് അസ്. വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോം, വിന്നിംഗ് ടീമിന് ഇത്രയും അധികം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ കണക്ടിവിറ്റി വിത്ത് ഗ്രേറ്റ് അപ്ലയൻസ്. സോ നമുക്ക് SP ബാലൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അപ്ലൈനാണ്. സ്റ്റിൽ വിന്നിംഗ് ടീമിന്റെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് വിന്നിംഗ് ടീം ഫാന്റാസ്റ്റിക് ലീഡേഴ്സ് ഉണ്ട്. സോ വി നീഡ് ടു കണക്ട് വിത്ത് ദ വിന്നിംഗ് ടീം സിസ്റ്റം. System is important
I am not important. System will remain even if I don't remain. അതുകൊണ്ടാണ് ഈ പാസീവ് ഇൻകത്തെ പറഞ്ഞത്. നമ്മൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓരോരോ ആൾക്കാർക്ക് ഓരോ റീസൺസ് ആക്കുന്നു. ബട്ട് വി നീഡ് ടു കണക്ട് വിത്ത് അവർ ക്ലൈന്റ്. സോ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ടുഡേ ഓൺവേർഡ്സ് ദർ ഇസ് എ ഇമ്മൻസ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്മൻസ് പോസിബിലിറ്റി ടു എക്സ്പ്ലോർ യുവർ സെൽഫ്. നമ്മളുടെ ഉള്ളിലത്തെ എല്ലാ കഴിവുകളും പുറത്തെടുത്ത് തരാൻ പറ്റുന്ന ഒരേ ഒരാള് ഈസ് അവർ ആക്റ്റീവ് അപ്ലൈൻ. സി, നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരത യുദ്ധം തുടങ്ങുന്ന സമയത്ത് കൃഷ്ണ ഇസ് ദയർ, ശ്രീകൃഷ്ണ ഇസ് ദയർ, അർജുന ഇസ് ദയർ. അർജുന് സ്വന്തം അറിയാം, മുന്നിൽ സ്വന്തം ഭഗവാൻ നിൽക്കുകയാണെന്ന് പോലും അറിഞ്ഞിട്ടും ഹി വാസ് ക്വസ്റ്റ്യനിങ് ഹിം. എത്ര ചോദ്യങ്ങൾ ചോദിച്ചേ, വൈ? അദ്ദേഹത്തിനറിയാം, ഇല്ലെങ്കിൽ നോക്കിയിരുന്നാ പോരെ, എങ്ങനെ നോക്കിയിരിക്കാൻ, നടക്കട്ടെ കാര്യങ്ങൾ, ഭഗവാനെ കൂടെ ഉണ്ടല്ലോ, മുപ്പറ് പറയുമ്പോ ഞാൻ ചെയ്യാൻ. നോ, ഹി വാസ് ക്വസ്റ്റ്യനിങ് ഹിം. ഞാൻ എന്റെ മുന്നിൽ നിൽക്കുന്നവർ എന്തിനു ചെയ്യണം, വൈ ഐ ഷുഡ് കിൽ ദം, വൈ ഐ ഷുഡ്, ഞാൻ എന്തിന് അമ്പുവിടണം, എല്ലാം ഇമോഷണൽ ഇന്റലിജൻസിന്റെ മുകളിൽ ഹൈജാക്ക് ചെയ്ത ശേഷമാണ് അതൊക്കെ ചെയ്തത്. സോ കൃഷ്ണ ഇസ് എ ഗുരു. അതേപോലെ എല്ലാ മതങ്ങളിലും പറയുന്ന സാധനം ലവ് ഇസ് ദ അൾട്ടിമേറ്റ്. സി, ഞാൻ പറയുന്ന സാധനം യുവർ അപ്ലൈൻ, ഞാൻ അപ്ലൈൻ കണക്ട് ചെയ്തിച്ചാൽ വി മസ്റ്റ് ബി ലവബിൾ ടു അവർ അപ്ലൈൻ. നമ്മൾ എന്തുമാത്രം നമ്മളെ അപ്ലൈനെ ഇഷ്ടപ്പെടുന്നു, ഐ വിൽ ടെൽ യു എനി ലെഗ് വിൽ ഗ്രോ. കാരണം നമ്മുടെ പാരന്റ്സ് അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മളൊരു അച്ഛനും അമ്മയ്ക്ക് 4 മക്കളുണ്ടെങ്കിൽ ഒരിക്കലും ഈ 4 ആൾക്കാരെ ഡിഫറെന്റ് ആയിട്ട് പാരന്റ്സ് ചിന്തിക്കില്ല. ഈ പാരന്റ് വിൽ തിങ്ക് ഓൾ ഓഫ് ദം, എല്ലാവരും ഒരുപോലെ ചിന്തിക്കുള്ളൂ, അവരെല്ലാവരും ഗ്രോ ചെയ്യണം ചിന്തിക്കുള്ളൂ. സോ നമ്മളുടെ കണക്ടിവിറ്റി വിത്ത് അപ്ലൈൻ ഈസ് പ്യോർലി ബേസ്ഡ് ഓൺ ദ ലവ് ആൻഡ് അഫെക്ഷൻ. നമ്മളെ ഞാൻ ബിസിനസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ അപ്ലൈന് കിട്ടുള്ളൂ എന്ന് സാധനം ചിന്തിക്കുന്ന എത്രയോ ആൾക്കാരെ വേറെ പല ഓർഗനൈസേഷൻ കണ്ടിട്ടുണ്ട്. നെവർ, ഓൾ ദ ടൈം തിങ്. ഇതിന് ഈക്വൽ ഓപ്പറേഷൻ പവർ ഈ ബിസിനസ്സിൽ നമുക്ക് നമ്മളെ അപ്ലൈനെ കാട്ടിയും പവർഫുൾ ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. മീൻസ് പിൻ ലെവലായിട്ട്. പക്ഷെ പിൻ ഈസ് എൻ അച്ചീവ്മെന്റ്, ലീഡർഷിപ്പ് ഈസ് ഡിഫറെന്റ് ഫ്രം എ പിൻ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മൾ എപ്പോഴും ലൈഫിൽ മനസ്സിലാക്കേണ്ട സാധനം, അവർ ലൈഫ് ലൈൻ, അപ്ലൈൻ ഈസ് അവർ ലൈഫ് ലൈൻ. ഇറ്റ്സ് എ ബ്ലഡ് സ്ട്രീം. നമ്മുടെ ഓർഗൻസിന്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നോ ഓർഗൻസ്, നമ്മുടെ ബോഡിയിലെ ഓർഗൻസ് ഓൺ ദിസ് ഓൺലി വൺ സിസ്റ്റം. ഒരിക്കലും ഒരു ഓർഗൻ പോലും, കൈ ഒരിക്കലും പറയുന്നില്ല ഞാൻ ചോറ് ഇട്ടുന്നുണ്ടല്ലോ, കുറെ കാലമല്ലോ വായിലിടുന്നത്, ഞാൻ എന്റെ കൈ കൊണ്ട് എന്താ ഗുണം, ഞാൻ ചെയ്യില്ല എന്ന് പറയില്ല. ബിക്കോസ് ഇറ്റ്സ് എ സിസ്റ്റം. സോ അപ്ലൈൻ കണക്ടിവിറ്റി ഈസ് എ 100% എഫക്റ്റീവ് ആൻഡ് അത് പ്രൂവൺ ആണ്. ഇറ്റ്സ് എ പ്രൂവൺ സിസ്റ്റം. ആ സിസ്റ്റത്തിന് നമ്മൾ പൊട്ടിക്കരുത്. എപ്പോഴും ഞങ്ങൾ അപ്ലയൻസ് ഒക്കെ പറയുന്ന സാധനം, ഇഫ് യു ബ്രേക്ക് എ സിസ്റ്റം, ദ സിസ്റ്റം വിൽ ബ്രേക്ക് യു. സോ നമ്മൾ എപ്പോഴും പറയും, നമ്മൾ ഒരു വാക്കുണ്ട് ഇവിടെ ആണെങ്കിൽ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഞാൻ ഒറ്റ വാക്ക് പറയാം. ഭഗവാൻ പറയുന്നത് ഹിന്ദിയിലെ പറയുന്ന കേട്ടോ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ ആ ലാംഗ്വേജ് കംഫർട്ടബിൾ ആണ്. തൂ വഹി കർത്താ ഹെ ജോ തൂ ചാഹത്താ ഹെ. നീ അത് മാത്രമേ ചെയ്യുള്ളൂ, നിനക്ക് ഇഷ്ടമുള്ള മാത്രമേ ചെയ്യുള്ളൂ. पर होता वही है जो मैं चाहता हूँ. ഭഗവാൻ പറയുന്നതാണ്, ദൈവം, നിങ്ങൾ അല്ലാഹ് ക്രൈസ്റ്റ് ആയിട്ട് പറയുന്നത്, അൾട്ടിമേറ്റ് ഫോഴ്സ് ദ അവേക്കനിങ് പോസിബിലിറ്റീസിൽ പറയുന്നത്, തൂ വഹി ചാഹത്താ ഹെ, തൂ വഹി കർത്താ ഹെ ജോ തൂ ചാഹത്താ ഹെ. നീ അതോ ചെയ്യുന്നുള്ളൂ നിനക്ക് ഇഷ്ടമുള്ള സാധനം. पर होता वही है जो मैं चाहता हूँ. പക്ഷെ നടക്കുന്നത് മുഴുവൻ ഞാൻ വിചാരിക്കുന്നില്ല. तो ഭഗവാൻ പറഞ്ഞ तो तू कर वही, നീ അത് ചെയ്യേ, जो मैं चाहता हूँ ഭഗവാൻ, तो होगा वही जो तू चाहता है. സോ ഞാൻ DUCD ചിന്തിക്കണമെങ്കിൽ എന്റെ അപ്ലൈൻ ചിന്തിക്കുന്നുണ്ടാവും. പാവം, പുള്ളി DUCD പോയാൽ നല്ലതാ, പുള്ളി DUCD പോയത്. അപ്പോ ആ DUCD പോകുന്ന സമയത്ത് ഞാൻ ചിന്തിക്കണം, എന്റെ ലൈഫില് ഞാൻ DUCD പോകുമ്പോ എന്റെ അപ്ലൈൻ എന്തോ ഒരു സന്തോഷ. സോ മിഞ്ഞാന്ന് എന്നോട് അപ്ലൈൻ SP സാർ എനിക്ക് മെസ്സേജ് ചെയ്ത് പറഞ്ഞു, സഞ്ജൻ, ഐ റിയലി വാണ്ട് യു ടു സീ ആസ് എ DUCD വിത്ത് 10 lakhs ചെക്ക്. ഞാൻ സത്യം പറഞ്ഞു, അയ്യോ ഭഗവാനെ, നിങ്ങളെ നാവിന് മുകളിൽ സരസ്വതി നിൽക്കട്ടെ. കാരണം നിങ്ങളെ നാവ് അത്രയും ശുദ്ധമായിട്ടുള്ള ഒരു ആളാണ്. അത് നടക്കാൻ പോവാണ്. സോ വി മസ്റ്റ് തിങ്ക് ഓഫ് ദിസ് തിങ്. നമ്മൾ ഒരിക്കലും അപ്ലൈനെ എനിക്ക് ഒരു സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു തന്നില്ല. ഹി നോസ് ദാറ്റ് ഐ ക്യാൻ ഗോ DUCD, ഐ ക്യാൻ ഏൺ 10 lakhs. സോ ഐ വോണ്ട് ടു ടെൽ യു. എന്നിട്ട് എന്റെ അപ്ലൈനെ പറയുന്ന സമയത്ത് ഐ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. സോ നമ്മൾ ഇത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നോ, ഇറ്റ്സ് എ ഫാക്ട്. സോ നമ്മുടെ ഓരോരുത്തരുടെ അപ്ലയൻസിന് നമ്മൾ വീക്ക്നെസ് അറിയാം, നമ്മളെ സ്ട്രെങ്ത് അറിയാം. അവർ അപ്ലയൻസ് ഓൾവേസ് സ്റ്റേസ് ഇൻ അവർ ഫേവർ ഓഫ് us. സോ താങ്ക് യു സോ മച്ച്. കീപ് ഗ്രോയിങ് ആൻഡ്
കീപ് ഷൈനിങ്. താങ്ക് യു സോ മച്ച്.